ഉത്സവ നടത്തിപ്പിനുള്ള നിയമ തടസ്സത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി. നിയമ തടസ്സം ഒഴിവാക്കാൻ നിയമ ഭേദഗതി വരുത്തണമെന്നാണ് ആവശ്യം. ആചാരപരമായി ഉത്സവം നടത്തിയാൽ കമ്മിറ്റിക്കാർ പ്രതികളാകുന്ന അവസ്ഥയാണെന്നും പ്രസ്താവനയിൽ ഹിന്ദു ഐക്യവേദി അറിയിച്ചു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നു. മിഥുൻ, ഹിന്ദു ഐക്യവേദി കൃത്യമായി പറയുന്നുണ്ട്, അതായത് ഉത്സവ നടത്തിപ്പിനുള്ള നിയമ തടസ്സത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണം. എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ഇപ്പോൾ പുതിയ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ പുതിയ രീതിയിൽ പരിവർത്തനങ്ങളെല്ലാം പരിഷ്കാരങ്ങളെല്ലാം വലിയ രീതിയിൽ ക്ഷേത്രോത്സവങ്ങളെയും അതുപോലെ തന്നെ ഹൈന്ദവ കൂട്ടായ്മകളെയും എല്ലാം പ്രതികൂലമായി ബാധിക്കും, അതിനെ തകർക്കുന്ന രീതിയിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, ഇപ്പോൾ തൃപ്പൂണിത്തുറ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളും ആ ക്ഷേത്രോത്സവത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ഒരു ഉറച്ച നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ നിയമ തടസ്സങ്ങൾ നീക്കുന്നതിന് വേണ്ടി ഇടപെടണം, അതിൽ കൃത്യമായിട്ടുള്ള ഒരു നിയമ ഭേദഗതിയിലേക്ക് നീങ്ങണം എന്നുള്ള കാര്യമാണ് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും പറയുന്നത്, ഇത്തരത്തിൽ ഈ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം നിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഉത്സവം നടത്താൻ, അതിന്റെ തനത് രീതിയിൽ ഉത്സവം നടക്കാൻ സാധിക്കുകയില്ല. പാരമ്പര്യ രീതിയിൽ ഉത്സവം നടത്തുകയാണെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിക്കാരും അതിന്റെ സംഘാടകരുമെല്ലാം ജയിലിലാകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി വിലയിരുത്തുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഹൈന്ദവ സമൂഹത്തെ കൊണ്ടെത്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരുകൾ ഇതിൽ കർശനമായി തന്നെ അടിയന്തരമായി തന്നെ ഇടപെടണമെന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ക്ഷേത്ര ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ഹൈന്ദവ സമൂഹത്തിന് ഒരു ഉണർവും ഐക്യവുമെല്ലാം തന്നെ പ്രദാനം ചെയ്യുന്ന സംഭവമാണ് ഈ ഉത്സവങ്ങൾ. ഈ ക്ഷേത്രോത്സവങ്ങളെ തകർക്കുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഹൈന്ദവ സമൂഹത്തിന്റെ ശിഥിലീകരണത്തിലേക്ക് തന്നെ അത് മറ്റൊരു ചുവടുവെപ്പിലേക്ക് നീങ്ങും. അപ്പോൾ ഇത്തരം സംഭവങ്ങളെ, ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കാനോ കൂട്ടുനിൽക്കാനോ ഹൈന്ദവ സംഘടനകൾക്ക് സാധ്യമല്ല. മാത്രമല്ല, കലാകാരന്മാരും അതുപോലെ തന്നെ ഒട്ടനവധി വ്യാപാരികളുമെല്ലാം ചേർന്നുകൊണ്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി ഈ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ക്ഷേത്ര കലാകാരന്മാരും വാദ്യമേള കലാകാരന്മാരും പരമ്പരാഗത കലാകാരന്മാരുമെല്ലാം സംഗമിക്കുന്ന അത്തരത്തിൽ കൂടി ആ ഒരു വശം കൂടി ക്ഷേത്രോത്സവങ്ങൾക്കുണ്ട്. അതിനെ കൂടി ഇത് ബാധിക്കുമ്പോൾ അത്തരത്തിൽ വലിയ വിവിധ മാനങ്ങളുള്ള ഈ ഒരു ക്ഷേത്രോത്സവങ്ങളെ തകർക്കുക എന്ന് പറയുന്നത് സാംസ്കാരികമായിട്ടുള്ള ഒരു തകർച്ചയിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഇടപെടൽ ഈ വിഷയത്തിൽ അടിയന്തരമായി വേണം. അത്തരത്തിൽ ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കാൻ തന്നെ തയ്യാറാവണമെന്ന് ഹിന്ദു ഐക്യവേദി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ RV ബാബു നമ്മോടൊപ്പം ചെയ്യുകയാണ്. ഗുരുവായൂരിലാണുള്ളത്. കൃത്യമായൊരു സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഇടപെടൽ അനിവാര്യമാണ്. നിയമ ഭേദഗതിയിലേക്ക് നീങ്ങണമെങ്കിൽ ആ വഴി ആലോചിക്കണമെന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർത്തും ക്ഷേത്രോത്സവങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളത് കൂടി ഇപ്പോൾ എടുത്തു പറയേണ്ട ഒന്നുകൂടിയല്ലേ? നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങൾ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ക്ഷേത്രോത്സവങ്ങൾ സവിശേഷമായ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഉത്സവങ്ങളാണ്. കേരളീയ സംസ്കാരത്തെ ലോകത്ത് ഉയർത്തിക്കാട്ടുന്നതിൽ ക്ഷേത്രോത്സവങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നമുക്കറിയാം, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച്, ഈ ഉത്സവങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഒട്ടനവധി കലകളും സാഹിത്യങ്ങളും ഒക്കെ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഉത്സവങ്ങളുടെ നടത്തിപ്പ് തന്നെ അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കുന്ന ചില ഡയറക്ഷൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ്. ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പുതിയ ഡയറക്ഷൻസ് ക്ഷേത്ര ഉത്സവങ്ങളുടെ നടത്തിപ്പിനെ തന്നെ പാടെ ബാധിക്കുന്നതാണ്. ഗുരുതരമായ രീതിയിൽ ക്ഷേത്ര ഉത്സവങ്ങളുടെ നടത്തിപ്പിനെ തടസ്സപ്പെടുത്തുന്നതാണ്. അത് ക്ഷേത്ര ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അതിൻ്റെ സംഘാടകർ, ക്ഷേത്ര ഭാരവാഹികൾ, ഇതൊക്കെ വല്ലാത്ത രീതിയിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ക്ഷേത്ര ഉത്സവത്തിൽ ആനകളുടെ നിൽപ്പുമായി ബന്ധപ്പെട്ടുള്ള കേരള ഹൈക്കോടതിയുടെ ഡയറക്ഷൻ പാലിക്കുന്നതിന് സംബന്ധിച്ചിടത്തോളം അത് പാലിക്കാൻ വേണ്ടി ക്ഷേത്ര ഉത്സവത്തിൻ്റെ നടത്തിപ്പിനെ തന്നെ അലങ്കോലമാക്കുന്ന തരത്തിലാണ് ആ ഉത്സവം നടത്തിയത്. അപ്പോൾ തീർച്ചയായും ഈ ഡയറക്ഷൻസ് ഹൈക്കോടതി ഇത്തരത്തിൽ ഭക്തജനങ്ങളുടെ വിശ്വാസത്തെയോ ഈ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിൻ്റെ സ്വഭാവത്തെയോ അതിൽ ആനകളുടെ പങ്കെന്താണെന്നതിനെ സംബന്ധിച്ചോ ഒന്നും ധാരണയില്ലാതെയോ വേണ്ടത്ര ഗൗരവം കൊടുക്കാതെയാണോ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടുള്ളത്.
ഇപ്പോൾ ആന ഒരു പ്രദർശന വസ്തുവായിട്ടല്ല ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, മറിച്ച് ആനപ്പുറത്താണ് തിടമ്പെഴുന്നുള്ളത്. ദേവി എഴുന്നള്ളത് ആനപ്പുറത്താണ്. അപ്പൊ ആനയ്ക്ക് എന്താണ് പ്രത്യേകത ക്ഷേത്രോത്സവങ്ങൾക്ക് എന്ന് കോടതി ചോദിച്ചിട്ടുള്ളത്. ഈ ഉത്സവങ്ങളുടെ നടത്തിപ്പിനെ സംബന്ധിച്ചുള്ള വേണ്ടത്ര ഒരു ബോധ്യം കോടതിക്ക് പോലും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കോടതി ഒരു പുനർചിന്തനത്തിന് തയ്യാറാവണം. ഉത്സവങ്ങളിൽ ആനയുടെ എഴുന്നള്ളിപ്പും അതിൽ ദേവിയെ തിടമ്പേറ്റുന്നതിനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ആചാരങ്ങൾ അത് യാതൊരു തടസ്സവും കൂടാതെ നടക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിന് കോടതിയുടെ വിധി പുനഃപരിശോധിക്കണം എന്നാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. രണ്ട്, ഇക്കാര്യത്തിൽ കോടതിയുടെ നിലപാടിൽ നിന്നും മാറ്റം ഇല്ലാതിരിക്കുമ്പോൾ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായിട്ട് ഈ ക്ഷേത്ര ഉത്സവങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ആനയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നിയമാവലികൾ പരിഷ്കരിക്കുന്നതിനും പഴയ പോലെ തന്നെ ക്ഷേത്രോത്സവങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നതിനും ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇതാണ് ഹിന്ദു ഐക്യവേദി ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു വിവാദം ഉയർന്നപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുണ്ടായിരുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുണ്ടായിരുന്ന ജല്ലിക്കെട്ട് പ്രക്ഷോഭമാണ്. അത്തരത്തിൽ പ്രക്ഷോഭങ്ങളിൽ വലിയ രീതിയിലുള്ള ബഹുജന പ്രക്ഷോഭം അത് ഒരു സാംസ്കാരിക സത്വത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളി എന്ന് തമിഴർ കണ്ടു, അല്ലെങ്കിൽ തമിഴ്നാട്ടുകാർ കണ്ടപ്പോൾ അതിനെതിരെ വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരുന്നു. ആ ഒരു നിലപാട് തിരുത്തേണ്ടി വന്നിരിക്കുന്നു. ആ ജല്ലിക്കെട്ടിനെ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ നിലപാട് തിരുത്തേണ്ടി വന്നു. അത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ബഹുജന പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ തന്നെ ആ ജല്ലിക്കെട്ടിന്റെ വിധിയടക്കം ഈ ഒരു ഘട്ടത്തിൽ മാതൃകയാക്കാൻ സാധിക്കില്ല ഈ ആനെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലും? വന്യജീവി സംരക്ഷണ നിയമം അല്ലെങ്കിൽ മൃഗ സംരക്ഷണ നിയമം, ഇത്തരം ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോടതിയും അതേപോലെ ബന്ധപ്പെട്ട വകുപ്പുകളും ഒക്കെ ശക്തമായ ചില നിലപാടുകൾ എടുക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ബാക്കി കളക്ടർ അതേപോലെ ബാക്കിയുള്ള സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങളൊക്കെ പൂരം നടത്തിപ്പിൽ ആനയുടെ നിൽപ്പുമായി ബന്ധപ്പെട്ട് ആനയെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായ നിലപാടെടുക്കുമ്പോൾ മൃഗസംരക്ഷണ വകുപ്പാണ് ഇതിനെതിരായിട്ടുള്ള ചില നിലപാടുകളായിട്ട് വരുന്നത്. വന്യജീവി സംരക്ഷണ വകുപ്പാണ് ചില എതിരായിട്ടുള്ള നിലപാടുകളുമായിട്ട് വരുന്നത്. അപ്പോൾ ശരിക്ക് ഈ കാര്യത്തിൽ ജല്ലിക്കെട്ട് പോലുള്ള കാര്യങ്ങളിൽ അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റും അതേപോലെ കേന്ദ്ര സർക്കാരും ഒക്കെ യോജിച്ചുകൊണ്ട് ജല്ലിക്കെട്ട് വീണ്ടും പഴയ പോലെ നടക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് കോടതിയെ പോലും സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിൽ ചില നിലപാടുകൾ എടുക്കുകയുണ്ടായി. ഇവിടെ സംസ്ഥാന സർക്കാർ ആ നിലയ്ക്ക് ഉള്ള ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് വരണം. ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ അതിനുള്ള ആ തരത്തിലുള്ള ഒരു ആത്മാർത്ഥത കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ്. ദേവസ്വം ബോർഡ് മറ്റു പല കാര്യങ്ങൾക്കും കാണിക്കുന്ന ആത്മാർത്ഥത ഈ കാര്യത്തിലുണ്ടോ? ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ വിധി ഈ കാര്യത്തിൽ വന്നപ്പോൾ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിന് 5 കോടി രൂപ 2 തവണയായിട്ട് കൊടുത്തത് തിരികെ കൊടുക്കണം എന്ന വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചപ്പോൾ ഗുരുവായൂർ ദേവസ്വം ആ വിധി മറികടക്കാനായിട്ട് സുപ്രീം കോടതി പോയി. സമാനമായ രീതിയിൽ എന്തുകൊണ്ടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ ഇവൻ ഗുരുവായൂർ ദേവസ്വം ബോർഡോ ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഒരു വിധി വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു അന്തിമ വിധി കിട്ടാൻ തക്ക രീതിയിൽ എന്തുകൊണ്ട് സുപ്രീം കോടതിയെ ഇവർ സമീപിക്കുന്നില്ല? സുപ്രീം കോടതിയെ സമീപിക്കേണ്ടതാണ് ഇവർ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തത് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളോട്, അതിൻ്റെ ആചാരങ്ങളോട്, വിശ്വാസങ്ങളോടൊക്കെയുള്ള ദേവസ്വം ബോർഡിന്റെ ആത്മാർത്ഥതയെ പോലും സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ജല്ലിക്കെട്ട് എങ്ങനെയാണോ അവിടെ നടന്നത് സുഗമമായിട്ട് ഇപ്പോൾ നടത്താനുള്ള സാഹചര്യം ഉണ്ടായത്, അതേപോലെ തന്നെ കേരളത്തിലെ ആനകളുടെ എഴുന്നള്ളിപ്പും ആനകളുടെ ആ ക്ഷേത്ര ഉത്സവങ്ങളിൽ ആനകളുടെ പങ്കാളിത്തവും ഒക്കെ അതില്ലാതെ ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. പല ഉത്സവങ്ങളിലും ആന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ 3 മീറ്റർ അകലം വേണം ആനകൾക്ക്, വാദ്യമേളങ്ങൾ നിൽക്കാൻ 8 മീറ്റർ അകലം വേണം എന്നൊക്കെ പറയുമ്പോൾ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് കോടതിയും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആന വലിയ ശല്യമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാക്കുന്നു, ഭീഷണി ഉണ്ടാക്കുന്നു ജനജീവിതത്തിന് എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രണം കൊണ്ടുവരികയാണെങ്കിൽ നമുക്കിപ്പോൾ ട്രാഫിക് മുഴുവൻ സ്തംഭിപ്പിക്കേണ്ടി വരും. കാരണം ആന ഉണ്ടാക്കുന്ന അപകടത്തെക്കാൾ കൂടുതൽ ട്രാഫിക് ഉണ്ടാക്കുന്നുണ്ട്, വാഹനങ്ങളുടെ അപകടം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ കോടതി ഈ വാഹനങ്ങൾ ഇറക്കുന്നതിൽ ചില നിബന്ധനകൾ കൊണ്ടുവരുമോ? വാഹനങ്ങളുടെ എണ്ണത്തിൽ നിയന്ത്രണം കൊണ്ടുവരുമോ? വാഹനങ്ങളുടെ അകലം ഓടിക്കുന്നതിലും വേഗതയിലുമൊക്കെ നിയന്ത്രണം കൊണ്ടുവരുമോ? നമുക്ക് സംശയമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഏകപക്ഷീയമായാണ് ഇത്തരം ചില നിലപാടുകൾ എന്ന് തോന്നിപ്പിക്കുന്നു കോടതിയുടെ നിലപാടുകൾ പോലും. ഈ പറയുന്ന ആനയുടെ പീഡനം, ആനകളോട് കാണിക്കുന്ന പീഡനങ്ങളൊക്കെ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ബക്രീദിന് നമ്മൾ കണ്ടതാണ്, 100 കണക്കിന് മൃഗങ്ങളെ ഓരോ തെരുവിലും
നിർത്തി കാഴ്ച വസ്തുക്കളാക്കി നിർത്തിയിട്ട് നിഷ്കരണം അതിനെ കൊന്നുകളഞ്ഞ് അതിനെ മറ്റേ കഴുത്തറുത്ത് കൊന്ന് മാംസം വിൽക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതൊന്നും മൃഗപീഡനത്തിന്റെ വകുപ്പിൽ പെടുത്താൻ കോടതി പോലും തയ്യാറല്ല. മൃഗപീഡനം എന്ന് പറഞ്ഞാൽ ആനയെ എഴുന്നള്ളിക്കുന്നത് മാത്രമായിട്ട് കാണുന്ന ഈ സങ്കുചിതമായ ചില ചിന്താഗതികൾ, അത് ഹിന്ദുവിന്റെ വിശ്വാസങ്ങളോടും ഹിന്ദുവിന്റെ സാംസ്കാരിക മാനബിന്ദുക്കളോടും മാത്രമാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാതിരിക്കാനാവില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിവിധ ദേവസ്വം ബോർഡുകൾ ഇത് സംബന്ധിച്ച് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം അടക്കമുള്ളവർ നിരന്തരം ഉന്നയിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇത്തരത്തിലുള്ള ഈ നിയന്ത്രണങ്ങൾ, ഇപ്പോൾ പെറ്റ പോലുള്ള ചില സംഘടനകൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ, ഇതെല്ലാം ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായി നിരന്തരം ഈ ക്ഷേത്രോത്സവങ്ങളെ തകർക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. അതിന് പലരും ഭാഗമാകുന്നുണ്ട് എന്ന് ആരോപിക്കുന്നുണ്ട്. കേവലം ഇതൊരു ക്ഷേത്രോത്സവങ്ങളെ തകർക്കപ്പെടുമ്പോൾ ഉത്സവം അലങ്കോലപ്പെടുന്നതിനപ്പുറത്തേക്ക് ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ വിഭാഗത്തിന്റെ ഒരു കൂട്ടായ്മയാണ്, ഒരു സാംസ്കാരിക സമന്വയമാണ് അവിടെ നടക്കുന്നത്. വിവിധ കലാകാരന്മാരുടെ ഒരു സമന്വയം അവിടെ നടക്കുന്നുണ്ട്. ഇവയെല്ലാം തകർക്കപ്പെടുമ്പോൾ ആ ഒരു മൈത്രി അവിടെ നഷ്ടപ്പെടുന്നു, ഒരു ഉണർവ് നഷ്ടപ്പെടുന്നു. മൊത്തത്തിൽ ഒരു സമൂഹത്തെ, ഹൈന്ദവ സമൂഹത്തെ അടിസ്ഥാനം തന്നെ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് ക്ഷേത്രോത്സവം തകർക്കപ്പെടുമ്പോൾ ഉണ്ടാകപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇതിനൊരു അകക്കാമ്പ് അന്വേഷിച്ചു പോവുകയാണെങ്കിൽ അത് ഇത്തരം ഏതെങ്കിലും രീതിയിൽ ഗൂഢാലോചന സംശയിക്കപ്പെടുന്നുണ്ടോ? അത്തരത്തിൽ ആരോപിക്കാൻ കഴിയുമോ? പ്രകൃതി സംരക്ഷണം, വന്യജീവി സംരക്ഷണം, ഇത് അതേപോലെ നദീ സംരക്ഷണം, ഇത്തരം കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് അതിൻ്റെ തത്വാധിഷ്ഠിതമായ നിലപാടിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒട്ടനവധി സംഘടനകളുണ്ട്. അവരൊക്കെ വളരെ ഭംഗിയായി ആ പ്രവർത്തനം ചെയ്യുന്നു. അവരൊക്കെ നമുക്ക് അഭിനന്ദനാർഹമായ രീതിയിൽ ചെയ്യുന്നതിനെ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷെ ചില സംഘടനകളെങ്കിലും ചില വൈദേശിക ശക്തികളുടെ ഫണ്ടിങ്ങോടുകൂടി ഭാരതീയമായ ചില സങ്കല്പങ്ങളെയും അവരുടെ സാംസ്കാരിക മാനബിന്ദുക്കളെയും അത്തരം ഉത്സവങ്ങളെയും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിദേശ ഫണ്ടിന്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ചില ഇത്തരം സംഘടനകളുണ്ട്. അത് മനുഷ്യാവകാശ രംഗത്തുണ്ട്, ഈ പറയുന്ന വന്യജീവി സംരക്ഷണ രംഗത്തുണ്ട്, വനം സംരക്ഷണ രംഗത്തുണ്ട്. ഇവരൊക്കെ അവരുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്ന തരത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അത്തരം ചില സംഘടനകളുടെ പേര് ഞാൻ പറയുന്നില്ല. അത്തരം ചില സംഘടനകൾ ഈ പൂരമാഘോഷത്തിന്റെ വിഷയമാകട്ടെ, അല്ലെങ്കിൽ ഈ ആന എഴുന്നള്ളിപ്പിന്റെ വിഷയമാകട്ടെ, വെടിക്കെട്ടിന്റെ വിഷയമാകട്ടെ, ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇത്തരം ചില ഫണ്ടിങ് കിട്ടുന്ന ചില സംഘടനകളുടെ കൈയുണ്ടോ എന്ന്, പങ്ക് ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള സംശയമുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ഇനി ഭാവി പരിപാടികൾ? കാരണം ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇത്തരത്തിൽ സമവായത്തിൻ്റെതായിട്ടുള്ള ഒരു രീതി ഇന്നേ വരെ കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഹൈന്ദവ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം ശബരിമല പോലുള്ള വിഷയമുണ്ട്, തൃശ്ശൂർ പൂരമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഹൈന്ദവ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്? അല്ല, ഹിന്ദു സംഘടനകൾ യോഗം ചേർന്ന് ഈ വിഷയങ്ങളെ, ഇത് മാത്രമല്ല, ഇപ്പോൾ ഇതൊരു വിഷയമാണ്. ഇപ്പോൾ പൂരം അലങ്കോലമാക്കിയ വിഷയം തൊട്ടു മുമ്പുണ്ടായി. ക്ഷേത്രങ്ങളുടെ വിശ്വാസങ്ങൾ തകർക്കപ്പെടുന്ന, ഇപ്പോൾ ഇന്നിവിടെ ചേരുന്നത് ഗുരുവായൂർ അമ്പലത്തിലെ പതിറ്റാണ്ടുകളായി നടക്കുന്ന ഉദയാസ്തമന പൂജ സൗകര്യാർത്ഥം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കേണ്ടവർ തന്നെ സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി അതിനോട് കോംപ്രമൈസ് ചെയ്യുന്ന, ഒത്തുതീർപ്പിലെത്തുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. അതിന് ദേവസ്വം ബോർഡുകൾ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുകയും അതിന്റെ വിശ്വാസം സംരക്ഷിക്കേണ്ടയും സ്ഥാപനങ്ങളാണ്. പക്ഷെ അവർ തന്നെ ഈ വിശ്വാസങ്ങളെ തകർക്കാൻ മുന്നിൽ നിൽക്കുന്നു എന്ന് വരുമ്പോൾ ഇതിനെതിരെ ഹൈന്ദവ സമാജത്തിന്റെ മുന്നേറ്റം അനിവാര്യമാണ്. ഹിന്ദു സമൂഹം തെരുവിലിറങ്ങുക എന്നുള്ളതാണ് ഇതിന് പരിഹാരം. ഹിന്ദു സമൂഹം അതിന്റെ നിഷ്ക്രിയത വെടിഞ്ഞ്, നിസ്സംഗത വെടിഞ്ഞ് തെരുവിലിറങ്ങുക. ഹൈന്ദവ സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, അവരുടെ സാംസ്കാരിക മാനബിന്ദുക്കളെ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങി സമരം ചെയ്യാൻ തയ്യാറാവണം. ഹിന്ദു സമൂഹത്തെ തെരുവിലിറക്കേണ്ട ബാധ്യത ഹിന്ദു ഐക്യവേദി ഏറ്റെടുക്കുകയാണ്. അപ്പം തന്നെ ഇപ്പോൾ ഈ ഗുരുവായൂർ വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ആദിശങ്കരൻ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയത് ഒരു ഐതിഹ്യമാണ് എന്നാണ് തന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് തന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പരാമർശം പ്രതീക്ഷിച്ചിരുന്നോ? നമ്മളെ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുക, തന്ത്രി പിതൃസ്ഥാനീയനാണ് എന്നാണ്. തന്ത്രിയെ നമ്മൾ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങളും ആരാധനാ രീതികളും ആചാരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ തന്ത്രിയുടെ വാക്ക് അവസാനത്തെ വാക്കായിട്ടാണ് നമ്മൾ ഭക്തജനങ്ങളും കാണുന്നത്. കോടതിയും ആ നിലയ്ക്കൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ചില തന്ത്രിമാരെങ്കിലും ചില സാമ്പത്തിക താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, സ്ഥാനമാനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയം
ഞങ്ങൾ പലപ്പോഴായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അത്തരത്തിലുള്ള എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഏതായാലും ദേവസ്വം ബോർഡും തന്ത്രിയും എടുത്ത ഇവിടുത്തെ നിലപാട്, ആ നിലപാടിനോട് ഭക്തജനങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഭക്തന്മാരുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ആര് പ്രവർത്തിച്ചാലും അതിനെതിരെ ഭക്തജന സമൂഹം രംഗത്ത് വരിക തന്നെ ചെയ്യും. ഭക്തജനങ്ങളാണ് അന്തിമ വിധികർത്താക്കൾ. ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് ഇപ്പോൾ പറയാനുള്ളൂ. തീർച്ചയായിട്ടും വളരെ വലിയ വെല്ലുവിളികൾ പല കോണുകളിൽ നിന്നും ക്ഷേത്ര സങ്കല്പങ്ങളിലേക്കും അതുപോലെ തന്നെ ക്ഷേത്രോത്സവങ്ങളെയും ബാധിക്കുന്ന തരത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ഒരു നിയമ ഭേദഗതി തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിൽ ഇടപെടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. അതിന് വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഹൈന്ദവ സംഘടനകൾ നീങ്ങും. വിവിധ സംഘടനകളും ക്ഷേത്ര കമ്മിറ്റികളും അതുപോലെ തന്നെ മറ്റ് സംഘടനകളുമെല്ലാം ചേർന്നുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങും. ഇത്തരത്തിൽ ഹൈന്ദവ സമൂഹത്തിനും ക്ഷേത്രാചാരങ്ങൾക്കുമെതിരെയുള്ള വെല്ലുവിളികളെ ഇല്ലാതാക്കും വരെ ആ പ്രക്ഷോഭം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള സൂചന തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്.